ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്നിവിടെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ 3 പാക്കറ്റ് അമൂൽ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് 1 ഗ്ലാസ് പ്ലെയിൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കട്ടയെല്ലാം ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കോൺഫ്ലവറും കസ്റ്റർഡ് പൗഡറും നമുക്കെടുക്കാം. ഓരോ ടീസ്പൂണോളം കോൺഫ്ലവറും കസ്റ്റർഡ് പൗഡറും എടുത്തതിന് ശേഷം അതിലേക്ക് പ്ലെയിൻ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടും ലിക്വിഡ് പരുവത്തിലാക്കാം. കസ്റ്റർഡ് പൗഡറും അതുപോലെ കോൺഫ്ലവറും ലിക്വിഡ് പരുവത്തിലാക്കിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ അത് കട്ടയായി പോകും. എല്ലാവർക്കും ഇഷ്ടമാകും ഈ ഐസ്ക്രീം. ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മിൽക്ക് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവർ ലിക്വിഡും കസ്റ്റർഡ് പൗഡറിൻ്റെ ലിക്വിഡും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് പിന്നെയും കട്ടയായി പോകും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാം. അതിനാവശ്യമായ ഒരു കൊക്കോ പൗഡർ ഹോട്ട് വാട്ടറിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഷുഗർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിൽക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 പിഞ്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വീറ്റ് മധുരം ബാലൻസ് ഒന്ന് ആയി കിട്ടാനാണ്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. കൊക്കോ പൗഡർ നേരത്തെ തന്നെ ഒന്ന് ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്ത് അതിൽ ഷുഗർ ആഡ് ചെയ്ത് വെക്കണേ. അതിനുശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഐസ് മോഡിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സിൽവർ പേപ്പർ വെച്ച് അടച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ തണുപ്പിച്ച് വെച്ച നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയായിട്ടുണ്ട്. കുറച്ച് പേപ്പർ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് പേപ്പർ ഗ്ലാസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിൻ്റെ ആകൃതി നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നും അല്ലെങ്കിൽ ഐസ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ലപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിതെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിലാൾ വേണം പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.